ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉണക്കലരിയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 വലിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെച്ചിട്ട് എങ്ങനെയാണ് പായസം തയ്യാറാക്കുന്നത് നോക്കാം. സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇഞ്ചിയൊക്കെ കൂടുതൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് ഒരു 1.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1.5 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അത് 2ാം പാല് കുറച്ച് നീട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഉണക്കലരി കഴുകി വാരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3ാം പാല് ഞാൻ ഇന്നത്തെ യൂസ് ചെയ്യുന്നില്ല, 1ഉം 2ഉം പാല് വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ 2ാമത്തെ പാല് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ തിളപ്പിക്കാൻ വച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ആ ഉണക്കലരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം നേരമൊന്നും വേണ്ട അരി വേവാനായിട്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതപ്പോൾ നമ്മൾ അരിയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ നിന്ന് റെഡി ആവട്ടെ. ഒന്ന് തിളച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം അരി പാതി വേവായിട്ടുണ്ടാവും. പിന്നെ ചിലവർ ഇത് അരി ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ചേർക്കാറുമുണ്ട്. ഒരുപാടങ്ങ് പൊടിയായിട്ടല്ല, നമ്മൾ പൊടിയരി പോലെ പൊടിച്ചിട്ടും വേവിക്കാറുണ്ട്. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഡയറക്റ്റ് തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇതപ്പോൾ അരിയെല്ലാം നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ വേണം നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാനും. അരി വെന്തില്ലാതെയാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പിന്നെ അത് വേവില്ല, നൂറച്ച് തന്നെ കിടക്കും. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉണ്ട ശർക്കരയുടെ 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പ് ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മധുരമൊക്കെ അനുസരിച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് കുറുകി വരേണ്ട ആവശ്യമില്ല. നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കിയപ്പോൾ നന്നായിട്ട് കുറുക്കിയെടുത്തതാണ്. അപ്പോൾ ഒന്ന് തിളച്ച് ഒന്ന് റെഡിയായി വന്നാൽ മതി. അതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഇഞ്ചിനീര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഇഞ്ചിനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിനീര് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അതിന് ശേഷം ഒരു അരിപ്പയിൽ വെച്ചിട്ട് അത് അരിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ തെളിവെള്ളം മാത്രം എടുക്കുക. അപ്പോൾ നമ്മളൊരു അടിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും നല്ല പോലെ അതിൻ്റെ കട്ടെല്ലാം ഊറി താഴെ അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. ആ തെളിനീര് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇഞ്ചിനീര് ചേർത്തുകൊണ്ട് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം. അപ്പോൾ അത് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോഴത്തേക്കും പായസം റെഡിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം കൂടിയാണ്. അത് മാത്രമല്ല, ഈ ഒരു ടൈമിൽ നമ്മൾ ഇഞ്ചിയൊക്കെ കൂടുതൽ കഴിക്കുന്നത് നല്ലതുമാണ് ശരീരത്തിന്. അപ്പോൾ നമ്മൾ 1ാം പാല് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് പായസം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പായസത്തിലേക്ക് തേങ്ങാക്കൊത്താണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. അതാണ് ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റും. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 2-3 കഷ്ണം കശുവണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഇതിപ്പോൾ തേങ്ങാക്കൊത്തും കശുവണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ആ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ളൊരു പായസ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസ റെസിപ്പിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.